പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും നന്ദി. എൻ്റെ പേര് രമ്യ. ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കരാർ അടിസ്ഥാനത്തിൽ സ്കൂൾ കൗൺസിലറായിട്ട് ജോലി ചെയ്ത് വരികയാണ് ഇപ്പോൾ. എനിക്ക് കഴിഞ്ഞ വർഷം ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. എൻ്റെ ആക്സിഡൻ്റ് ഉണ്ടായി ഞങ്ങൾക്ക് ലീവ് 45 ദിവസമേ ഉള്ളൂ. എൻ്റെ കാലിൻ്റെ മുട്ടിന് താഴോട്ട് എല്ലുകളെല്ലാം പൊടിഞ്ഞു പോവുകയും പ്ലേറ്റ് ഇട്ടിരിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ എനിക്കുണ്ടായി. എനിക്ക് ജോലിയിൽ അധികമായി ലീവ് എടുത്തതിനെ തുടർന്ന് എൻ്റെ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് ഉണ്ടായി. എൻ്റെ വിഷയങ്ങൾ വളരെ പ്രശ്നമായി മാറുകയും ഞാൻ വളരെയധികം സങ്കടപ്പെടുകയും എനിക്ക് കാലുകൾക്ക് കൊണ്ട് പൂർണ്ണമായി നടക്കാൻ സാധിക്കാത്ത അവസ്ഥ വരികയും അതേപോലെ തന്നെ എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള വളരെ ഉറപ്പ് വരുന്നൊരു സമയമായിരുന്നു അത്. ആ സമയത്ത് എൻ്റെ സുഹൃത്ത് ഇവിടെ കൃപാസനത്തിൽ വരികയും അമ്മയെക്കുറിച്ചൊക്കെ എപ്പോഴും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇവിടെ വരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും ഞാൻ വരാൻ ശ്രമിക്കുമ്പോൾ പല തടസ്സം കൊണ്ട് മാറിപ്പോവും. അപ്പോൾ അമ്മ വിളിച്ചാൽ മാത്രമേ നമുക്കിവിടെ വരാൻ സാധിക്കുകയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയെ എനിക്കിവിടെ വരാനായിട്ട് സാധിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നു. ഞാൻ ഉടമ്പടി എടുത്ത് 2023 ഒക്ടോബർ മാസത്തിൽ ഉടമ്പടി എടുത്ത് ഞാൻ എൻ്റെ വിഷയങ്ങളെല്ലാം തന്നെ അമ്മയുടെ സന്നിധിയിൽ സമർപ്പിച്ചു. അമ്മയോട് സമർപ്പിക്കുകയും അതിനുശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ബൈബിൾ വായിക്കുകയും അതുപോലെ തന്നെ എന്നെക്കൊണ്ട് സഹായിക്കാൻ കഴിയുന്ന രീതിയിൽ ഏതെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അതുപോലെ തന്നെ പ്രാർത്ഥനയിലൊക്കെ വളരെയധികം കുടുംബ പ്രാർത്ഥനകളൊക്കെ ചെല്ലുമായിരുന്നു. പക്ഷെ കൃത്യമായി ചെല്ലുകയില്ലായിരുന്നു. അതെല്ലാം കുടുംബ പ്രാർത്ഥനയിൽ മാറ്റം വന്നു. അമ്മ മാതാവിനോടും ദൈവകുമാരനോടും വളരെയധികം അടുത്ത് എനിക്ക് കൂടുതലായിട്ട് ആത്മീയമായി വളരാൻ സാധിച്ചു. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ഫയൽ എടുക്കുകയും അതൊരു ചർച്ചയാക്കുകയും ചെയ്യുകയും ഗവൺമെൻറ് എന്നെ ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തിരുന്നു. ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷം എൻ്റെ പ്രശ്നം തുടർന്നതിന് തുടിച്ച് എൻ്റെ സുഹൃത്തുക്കളായ കേരളത്തിലെ 9 കൗൺസിലർമാരെയും ജോലിയിൽ നിന്ന് വെളിയിലാക്കി. എൻ്റെ പ്രശ്നം മാറിയാൽ മാത്രമേ അവരുടെ പ്രശ്നവും മാറൂ എന്നുള്ള അവസ്ഥയിലെത്തി. അമ്മ മാതാവിൻ്റെയും ദൈവകുമാരൻ്റെയും ഇടപെടലിനെ തുടർന്ന് എൻ്റെ ലീവ് നോൺ ഡ്യൂട്ടി ആയിട്ട് ഗവൺമെൻറ് പരിഗണിക്കുകയും ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു റൂള് ചേഞ്ച് ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം തന്നെ 80 കൗൺസിലർമാർ തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചു. ഇന്നും ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ദേഹത്തേക്ക് ചൂടുവെള്ളം തിളച്ച് വീണപ്പോൾ ഇവിടെ എല്ലാ ദിവസവും ജോലിക്ക് പോകണം. ലീവിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ലീവിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വളരെ വേദന അനുഭവിച്ചാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഭാഗമെല്ലാം പൊള്ളിയത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് പോകുമായിരുന്നു. മരുന്ന് വാങ്ങി മരുന്ന് ഉപയോഗിച്ചു, മെഡിസിൻ കഴിച്ചു, മാറിയില്ല. വീണ്ടും അത് പഴുക്കാൻ തുടങ്ങി. ഇവിടെ എൻ്റെ ദേഹത്തിൻ്റെ താഴ്വശം ഞാൻ ആകെ വിഷമത്തിലായി. ഞാൻ അന്നേരം തന്നെ ഉടമ്പടി തൈലമെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. തൈലമിട്ട് മാത്രമാണ് എൻ്റെ മുറിവ് ഞാൻ ഉണക്കിയതെന്ന് ഞാൻ ഈ നിമിഷം അമ്മ മാതാവിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ആത്മീയമായ വളർച്ച വളരെയധികം ഉണ്ടായി. പലപ്പോഴും എൻ്റെ ജോലിയിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ ജോലി ചെയ്ത സാലറി മുഴുവനും പിടിച്ചു വെക്കുകയും അതൊന്നും എനിക്ക് തിരിച്ചു തന്നിരുന്നില്ല. ആ സമയത്ത് അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഒരു കുഞ്ഞിന് വളരെയധികം അപകടമുണ്ടായ സമയത്ത് ആ കുട്ടിക്ക് എത്രമാത്രം ചെയ്തു കൊടുക്കാൻ ഏതൊക്കെ മേഖലകളിൽ സാധിക്കുമോ സ്കൂളിലുള്ള കുട്ടിക്കും അമ്മയ്ക്കും അച്ഛനില്ലാത്ത കുട്ടിയായിരുന്നു. ആ അമ്മയ്ക്കും സാമ്പത്തിക ഒരു ബുദ്ധിമുട്ട്. ഞാൻ അവർക്ക് വേണ്ടി വളരെയധികം ഓടിയപ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ അമ്മ മാതാവ് എൻ്റെ മുടങ്ങിക്കിടന്ന എല്ലാ ക്യാഷും എനിക്ക് തരികയാണ് ചെയ്തത്. അമ്മ മാതാവിനും പരിശുദ്ധാമ്മയ്ക്കും വളരെയധികം നന്ദി. ഉടമ്പടി ജീവിതത്തിൽ ഞാൻ ഒത്തിരിയധികം ആത്മീയമായി എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ നിമിഷവും അനുഭവിക്കുകയാണ്. എവിടെ എന്ത് കാര്യമുള്ള അമ്മയുടെ സാന്നിധ്യമാണ് എനിക്ക് എപ്പോഴും ഉള്ളത്. അമ്മ എന്തെങ്കിലും കാരണത്തിൽ ആർക്കെങ്കിലും സഹായം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അവിടെ എത്തിക്കുന്നത് പോലെ തോന്നി. കാരണം എൻ്റെ സ്കൂളിലുണ്ടായിരുന്നൊരു കുട്ടി, ആ കുട്ടി 5 മിനിറ്റിനുള്ളിൽ ചെന്നില്ല, മെഡിക്കൽ കോളേജിൽ എത്തിയില്ലായിരുന്നില്ല, കുഞ്ഞ് മരിച്ചു പോയേനെ. ആ സമയത്ത് അവിടെ ഇരുന്ന ഒരു അമ്മ കൃപാസനത്തിൻ്റെ പത്രം എടുത്ത് ആ അമ്മയുടെ കയ്യിൽ കൊടുത്തു.
അമ്മ എന്നിട്ട് പറഞ്ഞു, ഈ പത്രം എടുത്ത് കുഞ്ഞിൻ്റെ പോക്കറ്റ് ഇട്ടോളൂ, കുഞ്ഞ് രക്ഷപ്പെടുമെന്ന് പറഞ്ഞിരുന്നപ്പോൾ ആ അമ്മയ്ക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ അവിടെ വന്നപ്പോൾ ഞാൻ അവിടെ ചെല്ലുകയുണ്ടായി. ഞാൻ ചെന്ന ശേഷം എനിക്കറിയാവുന്ന ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കാൻ പറ്റി. ഇതുപോലെ വളരെയധികം അനുഭവങ്ങൾ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അവിടെ എനിക്ക് ചെയ്യുവാനായിട്ട് അമ്മ എന്നെ അനുവദിച്ചിരുന്നു. അതുപോലെ തന്നെ ഞാൻ ബൈബിൾ വായിക്കുന്നതിൽ എല്ലാ ദിവസവും, അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനം അച്ഛൻ്റെ കേൾക്കും, ഞാൻ മുടങ്ങാതെ കേൾക്കും. കാരണം ഓരോ ആഴ്ചകളിലും എനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും അച്ഛൻ ഇവിടെ മിക്കപ്പോഴും പറയുന്നത്. ഞാൻ അതുകൊണ്ട് അത് കൃത്യമായി കേൾക്കും. കാരണം അന്നത്തെ ആഴ്ച അത് എന്തെങ്കിലും എന്നെ സ്പർശിക്കുന്ന കാര്യങ്ങളായിരിക്കുമെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ട് മുടങ്ങാതെ അത് കേൾക്കും. അതുപോലെ തന്നെ ബൈബിൾ വായിക്കും. ആത്മീയമായി വളരെയധികം വളരുവാനായിട്ട് എനിക്ക് സാധിച്ചു. തെസ്സലോനിയർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 3-ാം തിരുവചനം, വിശ്വാസം എല്ലാവർക്കുമില്ല, എന്നാൽ കർത്താവ് വിശ്വസ്തനാണ്. അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. രമ്യ എന്ന ഈ സഹോദരി തൻ്റെ ജോലി സംബന്ധമായ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുസന്നിധിയിലെത്തി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. സഹോദരി സൂചിപ്പിക്കുന്നുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമം തന്നെ മാറ്റി എഴുതിക്കൊണ്ട് ആക്സിഡൻറ്റ് പറ്റി ജോലി ചെയ്യാൻ പറ്റാതിരുന്ന ആ കാലഘട്ടത്തെ ആ ജോലിയുടെ നോൺ ഡ്യൂട്ടിയായി പരിഗണിച്ചുകൊണ്ട് ആ ജോലി തിരികെ ലഭിക്കുവാനും അതോടൊപ്പം മറ്റ് 80ഓളം പേർക്ക് ആ ജോലി തിരികെ ലഭിച്ചുകൊണ്ട് ജോലി തുടരുവാനുള്ള ഭാഗ്യം ലഭിച്ചതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തുന്നത്. കുറേ അധികം ആദ്യം ഓടി നോക്കിയതാണ് എങ്ങനെയെങ്കിലും ജോലി തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി. എല്ലാ വഴികളും അടയുമ്പോൾ അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി എടുക്കുന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നിയമങ്ങൾ മാറ്റിക്കൊണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും സർക്കാർ അനുകൂലമായ തീരുമാനമെടുത്ത് ഈ മകളെയും കൂടെ മറ്റുള്ളവരെയും സഹായിക്കുന്നതിനെയാണ് ആദ്യം സഹോദരി സാക്ഷ്യപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ രണ്ടാമത്തത് ഒരു തീപ്പൊള്ളലേറ്റ സംഭവമാണ് സൂചിപ്പിച്ചത്. ചൂടുവെള്ളം വീണതിലൂടെ വളരെ ഗുരുതരമായി പൊള്ളലേറ്റ് വലിയ മരുന്ന് ആദ്യം ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ കൂടുതൽ പഴുക്കുന്നതും കാര്യങ്ങൾ വഷളാകുന്നതുമാണ് അനുഭവിച്ചത്. എന്നാൽ ഉടമ്പടി തൈലം അതുമാത്രം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ പൂർണ്ണമായ രോഗസൗഖ്യത്തിലേക്ക് മകളെ നയിച്ചതിനെ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. പരിശുദ്ധയുടെ തിരുനടയിൽ ഉടമ്പടിയിൽ നാം വിശ്വസ്തത പാലിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ നിസ്സാരമായി അമ്മ മാതാവ് തിരുക്കുമാരനിൽ നിന്നും നമുക്ക് നേടിത്തരുന്നു. നമുക്കൊരുപക്ഷെ മരുന്നുകൊണ്ട് സാധിക്കാത്തത് ഈശോയുടെ ഇടപെടലിലൂടെ അമ്മ മാതാവിലുള്ള കുടമ്പടി പ്രാർത്ഥനയിലൂടെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ നമുക്ക് സാധിക്കുന്നു എന്നത് ഈ അൾത്താരയിൽ നിരന്തരം പറയുന്ന സാക്ഷ്യമാണ്. ഈ മകൾക്ക് ലഭിച്ച ഈ 2 അനുഗ്രഹങ്ങളെയും അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.